നേരത്തെ പരിചയമുണ്ട്. ഏതാണ്ട് 2 വർഷക്കാലമായി കോൺടാക്റ്റില്ല. വീണ്ടും കാണുന്നു. നേരത്തെ ആത്മീയ കാര്യങ്ങൾ സണ്ണി അനിലിനോട് പറയുമായിരുന്നു. എന്നാൽ ഇടയ്ക്ക് സണ്ണി ഗൾഫിൽ പോയി അനിലിനോട് പറയാതെയാണ് പോയത്. അവധിക്ക് വന്നപ്പോൾ അവിചാരിതമായി ട്രെയിനിൽ വെച്ച് കണ്ടുമുട്ടുന്നു. സണ്ണി ഗൾഫിലേക്ക് പോകുന്നതിന് 3-4 ആഴ്ചകൾക്ക് മുമ്പ് മനുഷ്യർ മുഴുവൻ പാപികളാണെന്നും പാപികൾ നരകത്തിലേക്ക് പോവുകയുള്ളെന്നും സണ്ണി അനിലിനോട് പറഞ്ഞായിരുന്നു. മാത്രമല്ല, പാപത്തിന്റെ പരിഹാരത്തിനായി കർത്താവായ യേശു കാൽവറിയിൽ ത്യാഗമരണം അനുഭവിച്ചെന്നും അവനിൽ വിശ്വസിക്കുന്നവർ നരകത്തിൽ പോകാതെ സ്വർഗരാജ്യത്തിന് അവകാശികളാകുമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ അനിലിനൊന്നും മനസ്സിലായില്ല. മാത്രമല്ല, ഒന്നും വിശദമായി പറയാൻ സണ്ണിക്ക് സാവകാശം കിട്ടിയതുമില്ല. സണ്ണി ഗൾഫിൽ പോയി കഴിഞ്ഞ് 1-2 മാസം കഴിഞ്ഞ് എന്തോ കാരണത്താൽ അനിൽ സണ്ണി പറഞ്ഞ കാര്യങ്ങൾ ചിന്തിക്കാനിടയായി. തനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഒരു പിടിയും കിട്ടുന്നില്ല. മനസ്സിൽ ആകപ്പാടെ ഒരു വേദനായി. നാളുകളായി ഈ കാര്യങ്ങൾ തന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആരോട് ഇതൊക്കെ ചോദിക്കും? സണ്ണി ഒന്ന് കണ്ടിരുന്നെങ്കിൽ. അങ്ങനെ ഇരിക്കുകയാണ് സണ്ണിയെ അവിചാരിതമായി ട്രെയിനിൽ വെച്ച് കണ്ടുമുട്ടുന്നത്. സണ്ണി, എന്തുകൊണ്ട് വിശേഷം? നീ എവിടെ ആയിരുന്നു? ഇയാളെ ഇവിടെ എന്താ വിശേഷിക്കൽ ഇങ്ങനെ ഓരോ ദിവസം പോകുന്നു? എടാ, അന്ന് നീ വന്നപ്പോ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചോണ്ടിരിക്കുകയായിരുന്നു. എടാ, എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല ചിന്തിച്ചിട്ട്. നിനക്കെന്താ അറിയേണ്ടത്? ഞാനൊന്നുമില്ല, പക്ഷെ എന്നെ കൊണ്ടാണ് എടാ, രാവിലത്തെ സംശയം എന്ന് വെച്ചാൽ നീ പറഞ്ഞു ബൈബിളിലെ ദൈവമാണ് യഥാർത്ഥ ദൈവം. ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ബൈബിളിലെ ദൈവമാണ് യഥാർത്ഥ ദൈവം നീ എനിക്കൊന്ന് പറഞ്ഞു തരാം. അതിന് തെളിവായിട്ട് എനിക്ക് എന്തെങ്കിലും. എടാ, നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോഴേ ഈ AD BC പഠിച്ചത് നീ ഓർക്കുന്നു? അത് ഞാൻ ഓർക്കുന്നുണ്ട്. എടാ, ഈ AD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന് ശേഷമുള്ള കാര്യങ്ങൾ, BC എന്നാൽ കർത്താവിന് മുൻപുള്ള കാര്യങ്ങളാണ്. ഇത് തന്നെ തെളിയിക്കുന്നത് ഈ കർത്താവിന്റെ വരവെയാണ്. നിനക്ക് ബൈബിൾ വായിക്കുമ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് കാണാനും സാധിക്കുന്നുണ്ട്. ഈ തെളിവ് പോലെ നിങ്ങൾക്ക് ബൈബിൾ ശരിയാണെന്ന് തെളിയിക്കും. ഇത് ഞാൻ സമ്മതിച്ചു. ഞാൻ അടുത്ത എന്തെങ്കിലും ഉണ്ടോ എനിക്ക് പറയാം? ഞാൻ അടുത്തത് പറയുന്നതായിട്ടാ തന്നെ ഇനി നീ ഞെട്ടിപ്പോ. നിനക്ക് ഈ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം, ഈ മോസ്റ്റ് പവർഫുൾ രാജ്യം ഏതാണ്? USA ആണോ, റഷ്യ ആണോ, അതൊന്നും അല്ല. നീ വേറെ രാജ്യത്തിൽ ചിന്തിച്ചോ? ഇസ്രായേലാണ്. അതെ, ആ ഇസ്രായേൽ രാജ്യത്തിന്റെ ഉത്ഭവം, ആ രാജ്യത്തിന്റെ വളർച്ച, ആ രാജ്യത്തിൽ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ, ഇനി എന്തൊക്കെ നടക്കും, ആ കാര്യങ്ങളെല്ലാം ബൈബിളിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു ബൈബിൾ തന്നു. നിന്റെ കയ്യിലുണ്ടോ? ബൈബിൾ എന്റെ കയ്യിലുണ്ട്. ഇത് കേട്ടപ്പം ഏകദേശം ഒക്കെ വിശ്വാസമായി. ഇനി എനിക്ക് നിന്നോട് ഒത്തിരി കാര്യം പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ AD BC എന്ന് തിരിച്ചിട്ടുണ്ട്. ഈ കർത്താവ് ഈ ഭൂമിയിൽ എങ്ങനെ ജനിച്ചു, എവിടെ ജനിച്ചു, കർത്താവ് എങ്ങനെ വളരും, ഈ കർത്താവിന്റെ ക്രൂശിൽ വന്ന, കർത്താവിന്റെ വീട്ടിൽ ചെന്നു, ഇതെല്ലാം ബൈബിൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ഇത്രയൊക്കെ പോലെ ഈ ബൈബിൾ കൃത്യമാണെന്നുള്ളത് പറയാം. മതി മതി, ഇതൊക്കെ ഞാൻ വിശ്വസിച്ചു. എടാ, ഇത്ര ഹിസ്റ്ററി എനിക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഇത് നമ്മൾ സ്കൂളിൽ പോലും പഠിപ്പിച്ചിട്ടില്ലല്ലോ. എടാ മണ്ട, അത് പഠിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കേശവൻ സാർ ഇത് ബൈബിൾ സത്യമെന്ന് പറയേണ്ടി വരും. കേശവൻ സാർ ബൈബിളിനെതിരാന്ന് നിനക്കറിയാമല്ലോ. അത് മാത്രം നമ്മളോട് പഠിച്ച ബെന്നി, സോണി, ഇവരൊക്കെ നമ്മളോടല്ല പഠിച്ചത്. ഇവരോട് ചോദിച്ചിട്ട് പോലും ഇവരൊന്നും ഇത് പറയുന്നില്ല. അല്ല, അവർക്ക് എന്നോട് പറഞ്ഞത്. അടുത്ത എന്റെ സംശയം എന്ന് വെച്ചാൽ നീ പാപത്തെ കുറിച്ച് പറഞ്ഞു. ഞാൻ നരകത്തിൽ പോകുന്നു നീ പറഞ്ഞു. അത് കേട്ടപ്പോ തൊട്ട് എനിക്ക് ടെൻഷനാണ്. നീ അതിനെ കുറിച്ചൊന്ന് പറയാം. എടാ, ഞാൻ നിന്നോട് അന്ന് പോകുന്നതിന് മുന്നേ ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞു. എടാ, നീ പാപിയായി, നീ പാപം ചെയ്തിട്ടല്ല. എല്ലാവരും പാപം ചെയ്യാതെയാണ് ഈ പാപിയായിരിക്കുന്നത്. ഇപ്പൊ ദൈവത്തിന് ഇഷ്ടമല്ലാത്തൊരു കാര്യം, ഇപ്പൊ നീ ചെറിയൊരു കള്ളത്തരം പറഞ്ഞു, അത് തന്നെ ഒരു പാപമാണ്. ഈ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളെല്ലാം പാപമാണ്. ഈ ഓരോ കുഞ്ഞുങ്ങൾ ഈ ഭൂമിയിൽ ജനിക്കുന്നത് തന്നെ പാപിയായിട്ട് തന്നെയാണ്. പക്ഷെ അവർ പാപം ചെയ്തിട്ടല്ലോ. ഓക്കെ, അത് ഞാൻ സമ്മതിച്ചു. അത് മാത്രമല്ല, നീ നരകത്തെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നു. എടാ, ഞാൻ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ നരകത്തിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് എടാ, ഈ പാപം ചെയ്തവർക്ക് വെച്ചിരിക്കുന്ന ഒരു ശിക്ഷയാണ് ഈ നരകം എന്ന് പറയുന്നത്. നിനക്ക് ഒരു കാര്യം പറയാം. നിനക്ക് ഈ ബൈബിളിൽ ആദ്യത്തെ മനുഷ്യരാരൊക്കെയാണ്? ഈ ആദാമിനെ ഹവ്വയെ ദൈവം സൃഷ്ടിച്ചു, ഏദൻ തോട്ടത്തിലാക്കി വെച്ചു. ഏദൻ തോട്ടത്തിലാക്കി വെച്ചിട്ട് അവിടെയുള്ള വൃക്ഷങ്ങളുടെ ഫലമെല്ലാം അവരോട് ഭക്ഷിക്കാൻ പറഞ്ഞു. പക്ഷെ അവരോട് ഒരൊറ്റ കാര്യം മാത്രമേ ദൈവം പറഞ്ഞുള്ളൂ. തോട്ടത്തിന്റെ നടുവിൽ ഒരു വൃക്ഷമുണ്ട്, ആ വൃക്ഷത്തിന്റെ ഫലം മാത്രം കഴിക്കരുതെന്ന് പറഞ്ഞുള്ളൂ. പക്ഷെ സാത്താൻ അവരെ പ്രേരിപ്പിച്ച് ആ വൃക്ഷത്തിന്റെ ഫലം കഴിപ്പിച്ചു. അങ്ങനെയാണ് എല്ലാവരും പാപികളായി. ഈ ആദാമിന്റെ വംശപാരമ്പര്യത്തിൽപ്പെട്ടവരാണ് ഞാനും നീയും എല്ലാവരും. അങ്ങനെയാണ് ഈ പാപം ഈ ലോകത്തിൽ വന്നത്. അങ്ങനെയാണ് നമ്മളെല്ലാവരും പാപികളായി. പാപം നീ ഇപ്പൊ പറഞ്ഞു, ഇതിൽ നിന്നുള്ള രക്ഷ എങ്ങനെ കിട്ടും? അതിനെ കുറിച്ച് നീ പറഞ്ഞു.
ഈ പാപത്തിന് രക്ഷ നേടാൻ നിനക്ക് വിശ്വാസം മാത്രമല്ല. നിനക്ക് അന്ന് ബൈബിളിനകത്ത് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു വാക്യം പറയുന്നുണ്ട്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ അവനവന് അധികാരം കൊടുത്തു. ഞാനും നീ എല്ലാം ജന്മനാ പാവികളായിരുന്നു. പാവത്തിന്റെ ശിക്ഷ നരകമാണ്. ഇപ്പം അവിടെ ചെറിയ പാവം അല്ലെങ്കിൽ വലിയ പാവം അങ്ങനൊന്നുമില്ല. ഇപ്പം നിനക്ക് നരകത്തെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിനക്ക് ബൈബിളില് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു ഉപമ പറയുന്നുണ്ട്. ആ ഉപമയില് ലാസറിന്റെയും ധനവാന്റെയും കാര്യം പറയുന്നത്. അപ്പം നരകത്തിന്റെ കാഠിന്യം അവിടെ പറയുന്നുണ്ട്. നീ അത് വീട്ടിൽ ചെന്ന് വായിക്കണം. നീ നരകത്തെ കുറിച്ചൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കാറ്. നീ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം കൊടുക്കണം. അതാണ് ദൈവത്തിന്റെ രക്ഷാപദ്ധതിയുടെ മഹത്വം. യേശു ക്രിസ്തു കാലനെ കുറിച്ച് നമ്മുടെ ഓരോരുത്തരെ പാവത്തിന്റെ പരിഹാരത്തിനായി മരിച്ചു. ഇപ്പൊ എന്റെ നിന്റെ ഒരു കാര്യം കൊണ്ട് അല്ലെങ്കിൽ നമ്മളെ പ്രവൃത്തി കൊണ്ട് ഇരുന്ന് രക്ഷപ്പെടാൻ നമുക്ക് ഒരിക്കലും പറ്റുന്നില്ല. അതുകൊണ്ടാണ് ദൈവം ഈ ശിക്ഷ വെച്ചതുപോലെ തന്നെ നമുക്കൊരു രക്ഷയും ഒരുക്കി തന്നു. ഈ യേശുവിനെ നീ കർത്താവും രക്ഷിതവുമായി ഹൃദയത്തിൽ വിശ്വസിക്കുക. അത് നീ വായ കൊണ്ട് ഏറ്റു പറയുകയും ചെയ്താൽ നിനക്ക് ഇതിൽ നിന്ന് ഒരു വിടുതൽ നിനക്ക് പ്രാപിക്കും. ഈ ഒരൊറ്റ രക്ഷ മതി നിനക്ക് ഈ സ്വർഗത്തിന്റെ അവകാശികളായി തീരാൻ. നിനക്ക് ഏറ്റവും വലിയൊരു പദവിയാണ് ഈ സ്വർഗരാജ്യം എന്ന് പറയുന്നത്. ഇത്രയും ചെയ്താൽ മതിയോ? ഇത്രയും വലിയ ശിക്ഷയിൽ നിന്നൊക്കെ മനുഷ്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ദൈവത്തിനെല്ലാം അസാധ്യമാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം നീ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു? ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അത് മാത്രമല്ല, ഞാൻ ജന്മനാ പാപിയാണെന്നും എനിക്ക് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു മരിച്ചതെന്നും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവ മകനായതുകൊണ്ട് ഒരപ്പം പറയുന്ന കാര്യങ്ങളെല്ലാം നാം അനുസരിക്കാം, അല്ലെങ്കിൽ ഞാനും നീ അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. തുറന്നുള്ള ദിവസങ്ങളിൽ നിനക്ക് ഞാൻ തന്നൊരു ബൈബിളില്ലേ, അത് നീ തുറന്നുള്ള ദിവസങ്ങൾ വായിക്കണം, അത് പഠിക്കണം. അതനുസരിച്ച്